എല്ലാവർക്കും നമസ്കാരം. ഇത് എൻ്റെ 30ാമത്തെ വീഡിയോ ആണ്. ഇതുവരെയുള്ള വീഡിയോ എല്ലാവരും കണ്ടിട്ട് എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യണം, എൻ്റെ വീഡിയോ കമൻ്റൊക്കെ ചെയ്യണം. ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് രാത്രിയായി. ഇന്നിപ്പോൾ എന്താ ചെയ്യേണ്ടത്, നൈറ്റിലേക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ച് വന്ന് കിച്ചണിൽ വന്ന് നോക്കി നോക്കുമ്പോൾ ചോറ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ ഇന്നിപ്പോൾ സിമ്പിളായിട്ട് എന്തെങ്കിലും ആവാമെന്ന് വിചാരിച്ചിട്ട് ചോറിനെ അങ്ങനെ കഞ്ഞിയാക്കിയിട്ട് കഞ്ഞിക്ക് ചെറുപയർ കറി വെക്കാം. കഞ്ഞിക്ക് കൂട്ടണ ചെറുപയർ കറി. അതിന് വേണ്ടി ഞാൻ ചെറുപയർ ഇവിടെ കഴുകി, ഒരു ഗ്ലാസ് ചെറുപയറുണ്ട്, കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേണ്ടത് ഇതാ, വലിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് കുറച്ച്, ഒരു കറിവേപ്പിൻ്റെ ഇല, ഒരു തക്കാളി, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്. ഇത് ഇത്രയാണ് ആവശ്യമുള്ളൂ. ഇതിന് ഞാനിപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ കുക്കറിലേക്ക് ഈ ചെറുപയറിനെ ഇടുകയാണ്. ചെറുപയർ കുക്കറിലിട്ട് വേവിക്കാൻ പോവുകയാണ് ഞാൻ. ഇതാ ചെറുപയർ, നല്ല നാടൻ ചെറുപയറാണിത്. ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ചേർക്കാൻ പോണത് ഇതാ വെളുത്തുള്ളി 4ആക്കി, വലിയ വെളുത്തുള്ളി ആണെങ്കിൽ 4ആക്കി കട്ട് ചെയ്തോളൂ, ചെറുതാണെങ്കിൽ 2ആക്കി കട്ട് ചെയ്തിട്ട് ഞാൻ ഈ കുക്കറിലിടുകയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു തക്കാളി നല്ല ചെറുതാക്കി അരിഞ്ഞത്. ലൈവായിട്ട് കാണിക്കുകയാണ് ഞാൻ ചേർക്കണതെല്ലാം. ഇങ്ങനെ വേവിക്കുമ്പോൾ ഈ തക്കാളിയെല്ലാം എടുത്ത് കളയാൻ പറ്റില്ല, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഈ കുക്കറിലിട്ട് വേവിക്കണത്. അല്ലെങ്കിൽ ഇവിടെ എൻ്റെ മക്കളൊക്കെ തക്കാളി എടുത്ത്, സാധാരണ മക്കളൊക്കെ എന്ത് ചെയ്യും, കുക്കറിൽ നമ്മൾ ഈ കൂട്ടാൻ വയ്ക്കുമ്പോൾ തക്കാളിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ തക്കാളിയൊക്കെ എടുത്ത് കളയും. അപ്പോൾ അതിന് വേണ്ടി അത് എടുത്ത് കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെറുപയറിൽ പിന്നെ തക്കാളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് വേവിക്കേണ്ടത്. ഇത് ഇട്ട് വേവിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ചെറുപയറിന് ഗ്യാസിൻ്റെയൊക്കെ വല്ല പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ വെളുത്തുള്ളി ഇട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരി പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഇതിലേക്ക് വേണ്ട വെള്ളം ഒഴിക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, നിറയെ വെള്ളമൊന്നും ഒഴിക്കേണ്ട, കുറച്ച് മതി. അതായത് നമുക്ക് കുറച്ച് കൂട്ടാനായിട്ട് വേണ്ട, നമുക്ക് ചെറുപയറിലേക്ക് കഞ്ഞിക്ക് കോരി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കറിയായിട്ടാണ് ഞാൻ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് വെള്ളം മതി വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടു. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാനിത് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളുടെ ചെറുപയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ പാനിൽ ഈ ഉച്ചയ്ക്ക് പപ്പടം കാച്ചിയ എണ്ണയുടെ ബാക്കി കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വേസ്റ്റ് ചെയ്യേണ്ട. ശരി, പക്ഷേ അങ്ങനത്തെ പപ്പടം കാച്ചിയ എണ്ണയിലെ പപ്പടം കാച്ചിയ എണ്ണയുടെ ബാക്കിയിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ ഇതിലേക്ക് നല്ല ചൂടായിട്ട് അതിലേക്ക് കടുക് ഇടുകയാണ്. കടുക് ഇട്ടു. ഇപ്പം ഞാൻ അതിൽ തീ കുറച്ച് കമ്മിയാക്കിയിട്ട് ഞാൻ എനിക്ക് നിങ്ങൾ കുറച്ച് ഈ ചെറുപയറൊക്കെ വയ്ക്കുമ്പോൾ ഒരു ലേശം ഫ്ലേവറിന് കുറച്ച് ജീരകം ഇട്ടിട്ട് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റാണ് അതിന്. അപ്പോൾ ഞാനിതിന് ജീരകം കുറച്ച് ഒരേപടി ജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഇടുന്നത് കറിവേപ്പിൻ്റെ ഇല. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി, ചെറുതാക്കി കട്ട് ചെയ്ത ഇഞ്ചി, അതും ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. ഒരു പച്ചമുളക്, ഇത്രയും ഇതിന് ഞാൻ ഇടുന്നുള്ളൂ. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഞാനതിലേക്ക് ഇതാ കട്ട് ചെയ്ത് വെച്ച ഈ വലിയ ഉള്ളി, ഒരു ചെറിയ 2 വലിയ ഉള്ളി, അത് നന്നായിട്ട് വഴറ്റിയാണ്. അത് നന്നായിട്ട് ഒന്ന് വാടി വരട്ടെ. പക്ഷേ ഞാൻ ഇപ്പോൾ ചെയ്യണ ഈ ചെറുപയർ ഈസിയുമാണ് നിങ്ങൾക്ക്. അതേമാതിരി നിങ്ങൾ തക്കാളിയൊക്കെ കുക്കറിൽ ആ ചെറുപയറിൻ്റെ കൂടെ കുക്കറിലേക്ക് വേവിച്ച തക്കാളി വെളുത്തുള്ളിയൊക്കെ ചെറുപയറിൻ്റെ കൂടെ കുക്കറിലേക്ക് വേവിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തക്കാളി ഒന്നും എടുത്ത് കളയാൻ പറ്റില്ല, വെളുത്തുള്ളി ഒന്നും എടുത്ത് കളയില്ല, അതൊക്കെ അവർ കഴിക്കും. ഇപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ അങ്ങനെ തക്കാളിയൊക്കെ ഫുള്ളായിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കില്ല, അവരത് എടുത്ത് കളയും. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ദേഹത്തിന് നല്ലതാണ്, കുട്ടികൾ കഴിക്കുകയും ചെയ്യും. ഇത് നന്നായിട്ടൊന്ന് ഒരുപാട് അങ്ങോട്ട് ഉള്ളി വാടേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് വാടിയാൽ മതി. ഇപ്പം ഞാൻ ഇതിലേക്ക് ഇടാൻ പോണത് മുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി. കുറച്ച് ചെറുപയറിന് വെച്ചിട്ടുള്ളൂ, അതിനനുസരിച്ച് ഈ അളവിനാണ് മുളക് പൊടി ഞാൻ ഇടുന്നത്. ഒരുപാട് എരിവ് വേണ്ട. ഇതിപ്പോൾ ഞങ്ങൾക്ക് 4 പേർക്കുള്ള ചെറുപയറാണ് ഞാൻ വെക്കണത്. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾക്ക് കുറച്ചേ വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ കഞ്ഞിക്കുള്ള ചെറുപയറുമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഈ മുളക് പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ.
ഒന്ന് നന്നായി തീ കമ്മിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ അതിൻ്റെ എരിവ് നമുക്ക് പറ്റില്ല, തീ ഒരുപാട് ചൂടായിട്ടുണ്ടെങ്കിൽ, എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ അതിലേക്ക് ഇപ്പം കറക്റ്റായിട്ടുണ്ട്. ഇപ്പം ഞാൻ അതിലേക്ക് ഇത് കണ്ടില്ലേ, വേവിച്ച് വെച്ച ചെറുപയർ കണ്ടില്ലേ, ആ ചെറുപയറിന് അതിലേക്ക് പൊട്ടുകയാണ്, നന്നായിട്ട് പൊട്ടിയെടുക്കുകയാണ്. ഫുള്ളായിട്ട് ചെറുപയർ ഫുള്ളായിട്ട് എടുത്തു. ഇത് കഞ്ഞിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. കഞ്ഞിക്ക് നല്ല, ഞങ്ങൾ പൊതുവെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾ കുറച്ച് വെള്ളം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചപ്പാത്തിക്കൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ല നല്ല ടേസ്റ്റുമാണ്. കഞ്ഞിക്കാണ് കൂടുതൽ ടേസ്റ്റ്, പക്ഷേ കുറച്ച് വെള്ളം കൂട്ടിയാണ് ഞങ്ങൾ ചപ്പാത്തിക്ക് കഴിക്കാറുണ്ട്. പക്ഷേ ചപ്പാത്തിക്ക് ഇവർക്കൊക്കെ നല്ല ഇഷ്ടമാണ് ചെറുപയർ കറി. നന്നായിട്ട് കണ്ടില്ലേ, നല്ലൊരു ഇതായിട്ട് വന്നിട്ടുണ്ട്. കഞ്ഞി കുറച്ച് കമ്മിയാക്കിയിട്ട് നമ്മൾ ഇത് കുറച്ച് അധികം കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, നല്ലതല്ലേ, നല്ല ടേസ്റ്റും ആവും. നന്നായിട്ടുണ്ടെങ്കിൽ കഞ്ഞിയുടെ കൂടെ മിക്സ് ചെയ്ത് കഞ്ഞിയിലെ ഇട്ടിട്ട് കൂടി കഴിക്കാം. ഇത് ഇങ്ങനെ എടുത്തിട്ട് കഞ്ഞിയുടെ കൂടെ ചിലർ, ഇവിടെയൊക്കെ എൻ്റെ ഏട്ടനൊക്കെ അത് അങ്ങനെ ചെയ്യും, കഞ്ഞിയിലെ ഇട്ടിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ്, തീ ഞാൻ കുറച്ച് കമ്മിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്, അടി പിടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇടുകയാണ്. ഇത്ര തന്നെ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. നല്ല ടേസ്റ്റാണ് ഇതിന്. ആ ജീരകത്തിൻ്റെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും ചെയ്യും. നല്ല കഞ്ഞിക്ക് സൂപ്പറായിട്ടുണ്ട്. വേണമെന്ന് നിങ്ങൾക്ക് ചപ്പാത്തിക്ക് കൂടെയൊക്കെ കഴിക്കാൻ കുറച്ച് വെള്ളം കൂട്ടി വയ്ക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ വലിയ 2 മക്കൾക്കും ഇത് നല്ല ഇഷ്ടമാണ്. ഞാനിങ്ങനെ ചെറുപയർ കറിയൊക്കെ വെച്ചാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ചപ്പാത്തി കൂടെ ചെറുപയർ കറി വെച്ചാൽ മതി മമ്മി എന്നോട്. അപ്പം എന്നിട്ട് ഞാൻ ശരി കഞ്ഞിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, അപ്പോൾ കഞ്ഞിക്ക് ഇത് വെച്ച് കഞ്ഞിയും ചെറുപയർ കറിയും പിന്നെ വെളുത്തുള്ളിയുടെ അച്ചാറും ഉണ്ട് മതി. ഉപ്പും എല്ലാം കറക്റ്റായിട്ടുണ്ട്. എല്ലാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് പോകും കേട്ടോ, കറക്റ്റായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഞ്ഞിക്ക്. അപ്പോൾ ഓക്കെ, താങ്ക് യു.